സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തേങ്ങ വറുത്തരിച്ച ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അതിന് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാ സാധനങ്ങളും ഇടാം. പിന്നെ തേങ്ങ അരിച്ച് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് ഇതാക്കുക. പെരിഞ്ചീരകം ഇട്ടിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് കുറച്ച് നേരം വറുക്കണം. ഒരു കരിഞ്ഞ രൂപത്തിലെത്തണ വരെ വറുത്തെടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ കുക്കറിൽ ഉരുളക്കിഴങ്ങും ഉപ്പും മുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിനും ചിക്കൻ ഇതേപോലെ മാറ്റി വെക്കുക. എന്നിട്ട് തേങ്ങ അതിൻ്റെ ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിന് ശേഷം അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ. അത് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ കുറച്ച് വേറൊരു ജീരകം കൂടി ഇട്ടെടുക്കണം. പിന്നെ കറാമ്പ്, ഏലക്കായും ഇട്ടെടുത്തേക്കണേ. പിന്നെ ഒരു 2.5 ടീസ്പൂൺ 3 ടീസ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ടെടുക്കാം. കുറച്ച് കൂടുതൽ 3 ടീസ്പൂൺ മുളകും പൊടി ഇട്ടെടുത്തേക്കണേ. പിന്നെ ചിക്കൻ മസാല ആണത്, ഇത് ബിരിയാണി മസാല ആണ്. ബിരിയാണി മസാല ഇട്ടെടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടെടുത്തേക്കണേ. അത് നന്നായിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഇതും ഈ മിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് കരിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരിച്ചെടുക്കുക. അതിൻ്റെ ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ തേങ്ങ കൊത്തി വെച്ചതും ചെറിയുള്ളിയും ഉണ്ടായിരുന്നു, അത് അരിഞ്ഞങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കരിവേപ്പിലും പച്ചമുളകും എല്ലാ ഇതും ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങ കൊത്തി വെച്ചതും അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം. അത് കുറച്ച് ടൈം എടുത്ത് ഇതൊന്ന് ആയി വന്നതിൻ്റെ ശേഷമാണ് ആ തേങ്ങ ഇടേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി മൂടി വെക്കണം. ഇനി ആ തേങ്ങ കൊത്തി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ശേഷം ഉള്ളി, പച്ചമുളക് എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോഴത്തേന് നമുക്ക് മിക്സിയിൽ അരിച്ച് വെച്ച മിക്സ് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് നല്ല എല്ലായിടത്തും ഇതാക്കണം. 1 കപ്പ് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും പിടിച്ച് മിക്സായി വരണം. കുറച്ച് നേരം ഇനി അത് തിളയ്ക്കണം. അതൊന്ന് മൂടി വെക്കാം. ഒരു മൂടി വെക്കണമെങ്കിൽ 10-15 മിനിറ്റ് കഴിഞ്ഞാലുള്ളൂ ഇത് റെഡി ആവുക. ഗൈസ്, അടിപൊളി ചിക്കൻ കറി തേങ്ങ അരച്ച് വെച്ച് സിമ്പിളായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒപ്പം ചപ്പാത്തിയാണ്. ഇതിലിട്ടിട്ട് പത്തിരി കൊഴിക്കാറിയാത്ത ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിക്സിയാണിത്. ഇത് അടിപൊളിയായിട്ട് കൊഴിച്ച് കിട്ടും. ഇതേപോലെ ആവും. ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. കണ്ടില്ലേ, ഇതിങ്ങനെ കൊഴിച്ച് നമ്മൾ കൈനെ കൊണ്ടൊന്നും കൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഇങ്ങനെ ആയി വരും. ഇത്രയും ഉള്ളൂ. വളരെ സുഖമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ശേഷം ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് നല്ല സോഫ്റ്റായി വന്നിരിക്കണം. പരത്തുന്നത് ആരാ? കുറച്ച് വട്ടുള്ള പെണ്ണാണ്, അതാണ് ഇങ്ങനെ. പക്ഷെ എന്നാലും അടിപൊളി ചപ്പാത്തിയാണ് ഗൈസ്. അങ്ങനെ ചപ്പാത്തി നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ലും നല്ല ടേസ്റ്റിനും നല്ല കോമ്പിനേഷനും അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.